നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം. എന്താണ് ലാപ്ലാസ് ട്രാൻസ്ഫോം? നമ്മളൊരു ഫങ്ഷൻ ടി ഡൊമൈനിലുള്ളത്, അതായത് ടൈം ഡൊമൈനിലുള്ള ഒരു ഫങ്ഷനെ എസ് ഡൊമൈനിലോട്ട് മാറ്റുന്നതിനെ പറയുന്നതാണ് ലാപ്ലാസ് ട്രാൻസ്ഫോമും, അതേപോലെ തന്നെ എസ് ഡൊമൈനിലുള്ള ഒരു ഫങ്ഷനെ ടിയിലോട്ട് മാറ്റുന്നതിനെ പറയുന്നതാണ് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുന്നതെന്ന് വെച്ചാൽ അതിന് നമുക്ക് ഫോർമുല ഉണ്ട്. എഫ് ഓഫ് എസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to എഫ് ഓഫ് ടി ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. ഇതാണ് നമ്മൾ ഫോർമുല എന്ന് പറയുന്നത്. ഈ ഫോർമുലയിൽ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇ റൈസ് ടു 80 ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിക്കാൻ നോക്കുന്നത്. എൽ ഓഫ് ഇ റൈസ് ടു 80 ആണ് നോക്കുന്നെങ്കിൽ ഇൻ്റഗ്രൽ 0 to ഇ റൈസ് ടു 80 ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി ആണ് വരുന്നത്. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്താ? എ റൈസ് ടു എം പ്ലസ് എൻ. അപ്പം ഞാനിവിടെ എ മൈനസ് എസ് ഇൻറ്റു ടി ഡി ടി എന്ന് വരും. ഇ റൈസ് ടു എ എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ എന്താണ്? ഇ റൈസ് ടു എ മൈനസ് എസ് ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ എ മൈനസ് എസ്. ഇവിടെ ഞാൻ 0 to അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇ റൈസ് ടു ഇൻഫിനിറ്റി മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇ റൈസ് ടു 0 ബൈ എ മൈനസ് എസ്. ഇ റൈസ് ടു ഇൻഫിനിറ്റി 0 ആയി പോകും. ഇ റൈസ് ടു 0ക്ക് 1 എന്ന് വരും. -1 ബൈ എ മൈനസ് എസ്. ഇവിടെ ഒരു മൈനസ് കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എസ് മൈനസ് എ എന്ന് മാറും. മൈനസ് വെട്ടുമ്പോൾ 1 ബൈ എസ് മൈനസ് എ. അപ്പോൾ ഇ റൈസ് ടു 80 ലാപ്ലാസ് ട്രാൻസ്ഫോം 1 ബൈ എസ് മൈനസ് എ. ഇത്രയും ഡിറൈവ് ചെയ്ത് നിങ്ങൾ സമയം കളയാണ്ടിരിക്കാൻ നിങ്ങൾക്ക് ഫോർമുല ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫോർമുല ബൈ ഹാർട്ട് ചെയ്യുക. 1ൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓൾവേസ് 1 ബൈ എസ് ആയിരിക്കും. ടീൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം 1 ബൈ എസ് സ്ക്വയർ. ടി റൈസ് ടു എൻ ആണെങ്കിൽ എൻ ഫാക്ടോറിയൽ ബൈ എസ് റൈസ് ടു എൻ പ്ലസ് 1. ഇ റൈസ് ടു 80 പ്ലസ് ആണെങ്കിൽ ഇവിടെ എസ് മൈനസ് എന്ന് വരും. മൈനസ് വന്നാൽ ഇവിടെ എന്ത് വരും? പ്ലസ് എന്ന് വരും. സൈൻ 8ൻ്റെ എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറും, കോസ് ആണെങ്കിൽ എന്ത് വരും? എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഹെച്ച് വന്നാൽ പ്ലസ് മാറി എന്താവും? മൈനസ് ആവും. അതേപോലെ കോസ് എച്ച് 80ൻ്റെ പ്ലസ് മാറി എന്താവും? മൈനസ് ആവും. ഇതാണ് നമ്മൾ ടേബിൾ എന്ന് പറയുന്നത്. ഈ ഫോർമുല സപ്ലൈ ചെയ്താണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള ലാപ്ലാസിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ തിരിച്ച് വരുന്നതായിരിക്കും ഇൻവേഴ്സ്. 1 ബൈ എസിൻ്റെ ഇൻവേഴ്സ് എന്താണെന്ന് വെച്ചാൽ 1 ബൈ എസ് സ്ക്വയറിൻ്റെ എന്താണെന്ന് വെച്ചാൽ ടി. 1 ബൈ എസ് മൈനസ് എൻ്റെ ചോദിച്ചാൽ ഇ റൈസ് ടു 80. അങ്ങനെ റിവേഴ്സ് ഓർഡറിൽ നമ്മൾ ചെയ്യുന്ന. അപ്പോൾ ഇതിൽ കുറച്ച് പ്രോബ്ലംസ് ആദ്യം നോക്കാം, അതിനുശേഷം ബാക്കി ടോപ്പിക്സിലോട്ട് മുന്നോട്ട് പോവാം. നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇ റൈസ് ടു 2t. ഇ റൈസ് ടു 80ൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്ക് ഫോർമുലയിൽ 1 ബൈ എസ് മൈനസ് എ. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന 2 ആയതുകൊണ്ട് ഇതെന്തായി മാറും? 1 ബൈ എസ് മൈനസ് 2 എന്ന് മാറും. അതേസമയം മൈനസ് വന്നാലോ പ്ലസ് ആയി മാറും അല്ലേ? ടി റൈസ് ടു എന്നിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്? ടി റൈസ് ടു എന്നിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എൻ ഫാക്ടോറിയൽ ബൈ എസ് റൈസ് ടു എൻ പ്ലസ് 1. അപ്പോൾ ഇവിടെ എൻ എന്ന് പറയുന്ന 3 അല്ലേ? 3 ഫാക്ടോറിയൽ ബൈ എസ് റൈസ് ടു 3 പ്ലസ് 1. 3 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ എസ് റൈസ് ടു 4. അപ്പോൾ 6 ബൈ എസ് റൈസ് ടു 4. കോസ് എച്ച് 5t. കോസ് എച്ച് 80ൻ്റെ ഫോർമുല എന്തുവായിരുന്നു? എസ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. എ സ്ക്വയർ എന്ന് വെച്ചാൽ 5 സ്ക്വയർ. അപ്പോൾ എന്ത് വരും? എസ് സ്ക്വയർ മൈനസ് 25 എന്ന് വരും. സൈൻ ആണെങ്കിലോ എ ബൈ എ എന്ന് വെച്ചാൽ ഇവിടെ എത്രയാ? 3 ബൈ എസ് സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. അപ്പോൾ 3 ബൈ എസ് സ്ക്വയർ മൈനസ് 9. ഇ റൈസ് ടു 80ൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്? 1 ബൈ എസ് മൈനസ് എ പ്ലസ് 3 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 3ൻ്റെ 1 ബൈ എസ് പ്ലസ് എ. 5 1ൻ്റെ ലാപ്ലാസ് 1 ബൈ എസ്. അപ്പോൾ 5ൻ്റെ എന്താണ്? 5 ബൈ എസ്. ഇനി വേണമെങ്കിൽ നമുക്കിതിനെ ക്രോസ് മൾട്ടിപ്ലൈ സിംപ്ലിഫൈ ചെയ്താൽ എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 3 ഇൻറ്റു എസ് മൈനസ് 2 ഇൻറ്റു എസ് പ്ലസ് 5 ഇൻറ്റു എസ് മൈനസ് 2 ഇൻറ്റു എസ് പ്ലസ് 1. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈയും ചെയ്ത് നോക്കാം. ഇനി 2t പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്തുവാ? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ്
ബി സ്ക്വയർ. അപ്പോൾ 4t² പ്ലസ് 2 × 2 4, 4 × 3 12 t പ്ലസ് 9 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ എന്താ വരിക? 4 × t² ലാപ്ലാസ് ട്രാൻസ്ഫോം എന്തുവാ? t⁻n⁴. അപ്പോൾ 2 പ്ലസ് 12 × t ലാപ്ലാസ് ട്രാൻസ്ഫോം 1/s² പ്ലസ് 9 എന്ത് വരും? 9/s. 2 എത്രയാ? 2 × 1 2. 4 × 2 എന്ത് വരും? 8/s³ പ്ലസ് 12/s² പ്ലസ് 9/s. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? s⁻6 എഴുതിയിട്ട് എന്ത് ചെയ്യാം? അതായത് 3 2 5 5 + 1 6. അപ്പോൾ 3 പോയാൽ ബാക്കി എത്ര ഉണ്ട്? 3. ഇവിടെ s⁻4 പ്ലസ് 9s⁻5. ഇതിനെ വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. ഇനി cos² 2t. cos 18 എനിക്കറിയാം എന്തുവാ? s/s² പ്ലസ് a². അപ്പോൾ cos² 18 എന്താ വരിക? cos² ന്റെ ഫോർമുല 1 പ്ലസ് cos 2a. അപ്പോൾ 2 × 2t ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. അപ്പോൾ 1 പ്ലസ് cos 4t/2 എന്നാണ് വരുന്നത്. ഇതാണ് നമ്മളെ ബേസിക് ഫോർമുല. ഈ ഫോർമുല അറിയാമെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. cos² ന്റെ ഫോർമുല 1 പ്ലസ് cos 2a/2ഉം sin² ആണെങ്കിൽ 1 മൈനസ് cos 2a/2 ആണ് വരുന്നത്. അപ്പോൾ എക്ക് പകരം 2t എന്ന് കൊടുത്തപ്പോൾ 1 പ്ലസ് cos 4t/2 എന്ന് വന്ന് അതിൻ്റെ ലാപ്ലാസ് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 1/2 കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്ത് വയ്ക്കുന്ന 1ൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം 1/s-ഉം cos 4t എന്ത് വരും? s/s² പ്ലസ് 4ഉം. അതായത് 1/2 ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ s² പ്ലസ് 4 പ്ലസ് s²/s ഇൻറ്റു s² പ്ലസ് 4. അപ്പോൾ 2s² പ്ലസ് 4 ഡിവൈഡഡ് ബൈ 2s ഇൻറ്റു s² പ്ലസ് 4. വേണമെങ്കിൽ നമുക്ക് 2 കോമൺ ആയിട്ട് എടുത്ത് ക്യാൻസലും ചെയ്യാം. ഇനി sin² 3t ആണെങ്കിലോ? sin² അതിൻ്റെ ഫോർമുല നേരത്തെ പറഞ്ഞ പോലെ എന്തോ 1 മൈനസ് cos 2a/2 ആണ്. അപ്പോൾ sin² 3t നമുക്ക് എന്തെന്ന് എഴുതാം? 1 മൈനസ് cos 60/2 എന്ന് എഴുതാം. ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താ വരിക? 1/2 കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്താൽ 1ൻ്റെ 1/s-ഉം cos 60 എന്താണ്? s/s² പ്ലസ് 36 എന്ന് വരും. 6² എന്തുവാ? 36. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1/2 ഇൻറ്റു s² പ്ലസ് 36 മൈനസ് s² ഡിവൈഡഡ് ബൈ s² പ്ലസ് 36 ഇൻറ്റു s എന്ന് വരും. അല്ലയോ? അപ്പോൾ നമുക്ക് ഇത് എന്ത് ചെയ്യാം? s² മൈനസ് x² ക്യാൻസലാവും. 36ഉം ഇതും വെട്ടിയാൽ എന്ത് വരും? 18/s ഇൻറ്റു s² പ്ലസ് 36. ഇതായിരിക്കും നമ്മളെ ആൻസർ. അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഇതിൽ 1-2 ക്വസ്റ്റ്യൻസും കൂടി ഞാൻ ചെയ്ത് കാണിക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. ഇന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, cos³ 2t. cos³ 2t നമ്മൾ എന്താക്കുക? ആദ്യം അതിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്തിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. cos³ തീറ്റേൻ്റെ ഫോർമുല എന്ന് പറയുന്നത് 3 cos θ പ്ലസ് cos 3θ ഡിവൈഡഡ് ബൈ 4 ആണ് വരുന്നത്. ഇവിടെ തീറ്റയ്ക്ക് പകരം ഞാൻ എന്ത് അപ്ലൈ ചെയ്യുന്നത്? 2t എന്ന് അപ്ലൈ ചെയ്യുമ്പോൾ 3 cos 2t പ്ലസ് cos 60/4 എന്ന് വരുന്ന 1/4 കോമൺ ആയിട്ട് പുറത്തെടുക്കുന്ന ബാക്കി പറഞ്ഞ ടേംസിൻ്റെ ലാപ്ലാസ് അപ്ലൈ ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഞാൻ സിംപ്ലിഫൈ ചെയ്തതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അതേപോലെ നമുക്ക് sin³ തീറ്റയ്ക്ക് ഫോർമുല ഉണ്ട്. 3 sin θ മൈനസ് sin 3θ ഡിവൈഡഡ് ബൈ 4. sin³ തീറ്റേൻ്റെ എന്താണ്? 3 sin θ മൈനസ് ഇവിടെ പ്ലസ് എന്നുള്ളത് മാറി എന്തായി? മൈനസ് sin 3θ/4. സിമിലർലി 1/4 കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തെടുക്കുന്ന ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇവിടെ സൈനിൻ്റെ a/s² പ്ലസ് a² വെച്ച് അപ്ലൈ ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുന്ന. ഇനി ഓക്കെ, sin 4t cos 2t. sin a sin b, അതായത് 2 sin a cos bൻ്റെ ഫോർമുല എന്ന് പറയുന്നത് sin a പ്ലസ് ബി പ്ലസ് sin a മൈനസ് ബി എന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്? ഈ 2 അടിയിലോട്ട് വരുമ്പോൾ /2 എന്ന് മാറും. അങ്ങനെയാണ് 1/2 a പ്ലസ് ബി എന്ന് വെച്ചാൽ 4t പ്ലസ് 2t എന്ത് വരും? 60 എന്ന് വരും. a മൈനസ് ബി എന്ന് വെച്ചാൽ 4t മൈനസ് 2t എന്ത് വരും? 2t എന്ന് വരും. അങ്ങനെയാണ് 1/2 ഇൻറ്റു
സൈൻ 60 പ്ലസ് സൈൻ 2t എന്ന് വരുന്ന അതിൻ്റെ ലാപ്ലാസ് എടുക്കുമ്പോൾ a/s² + ഫോർമാറ്റിൽ ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത്. അതേപോലെ കോസ് h²2t, h എന്ന് വെച്ചാൽ എന്താണ്? ഹൈപ്പർബോളിക് ആണ്. കോസ് h²2t ഫോർമുല കോസ് h²θ എന്ന് വെച്ചാൽ 1 + cos 2θ/2 ആണ് ഫോർമുല പറഞ്ഞത്. ഇവിടെ തീറ്റയ്ക്ക് പകരം എന്ത് കൊടുക്കുന്നു? 2t കൊടുത്ത് സിംപ്ലിഫൈ ചെയ്താണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. സോ നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് ഷിഫ്റ്റിംഗ് തിയറം. ഷിഫ്റ്റിംഗ് തിയറം എന്ന് വെച്ചാൽ ഇപ്പോൾ e⁻⁸ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് f(s - a) എന്നായിരിക്കും വരുന്നത്. അതേപോലെ e⁻⁻⁸ f(t) എന്ന് വെച്ചാൽ f(s+a) എന്നാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ക്വസ്റ്റ്യന് e⁻²t sin 3t ആണെന്ന് വയ്ക്കുക. ടേം ഞാൻ അതേപോലെ വച്ചേക്കും. ഈ sin 3t ലാപ്ലാസ് ട്രാൻസ്ഫോം എഴുതും. sin 3t ലാപ്ലാസ് ട്രാൻസ്ഫോം എന്തുവാ? a/s² + a². അപ്പം 3/s² + 9 എന്ന് വരും. ഇനി ഞാൻ ആ e⁻²t കൂടെ കയറുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ എസ് വരുന്ന സ്ഥലത്ത് s - a, ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് മൈനസ് എന്ന് കൊടുക്കുക. അപ്പൊ എസ് പറഞ്ഞ സ്ഥലത്ത് എന്ത് കൊടുക്കുക? s-2 എന്ന് കൊടുക്കുന്ന. അപ്പം s² പ്ലസ് അല്ല s² - 4s + 4 + 9 എന്ന് വരും. അപ്പൊ 3/s² - 4s + 13 ഇതായിരിക്കും നമ്മളെ ആൻസർ എന്ന് പറയുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. e⁻³ cos 2t ആണെന്ന് വെച്ചോ. നമ്മൾ ഇതിൻ്റെ ലാപ്ലാസ് കണ്ടുപിടിക്കാൻ ആദ്യം cos 2t ലാപ്ലാസ് കണ്ടുപിടിക്കുക. cos 2t ലാപ്ലാസ് കണ്ടുപിടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? s/s² + a², അതായത് 4 എന്ന് വരും. ഇനി ഞാൻ e⁻³ cos 2t ചെയ്യുന്ന. അപ്പം ഇവിടെ എസ് വരുന്ന സ്ഥലത്തെല്ലാം ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഞാൻ പ്ലസ് എന്ന് കൊടുക്കും. s+3 എന്ന് മാറും. അപ്പോൾ s+3/s+3² + 4. അപ്പോൾ s+3/s² + 6x + 9 + 4 എന്ന് വരും. s+3/s² + 6s + 13 എന്ന് ഇത് ചേഞ്ച് ആവും. ഇതാണ് എന്തുവാ? ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് തിയറം എന്ന് പറയുന്നത്. ഇനി അതേപോലെ നമുക്ക് വരുന്നതാണ് മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി. മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ t⁻n × f(t) ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല -1/n d/d(s)n × f(s) ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ t × e⁻²t ആണെന്ന് വെച്ചോ. അല്ലെങ്കിൽ നമുക്ക് ടി കുറച്ച് കട്ടിയായിട്ട് തന്നെ ഇരിക്കട്ടെ, t cos 4t ആണെന്ന് വെച്ചോ. ഇവിടെ ആദ്യം ഞാൻ ചെയ്യുന്ന cos 4t ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കും. s/s² + a² എന്ന് പറയുമ്പോൾ 16. ഇനി ടീൻ്റെ പവർ ഇവിടെ എത്രയാ? 1 ആണ്. അപ്പോൾ t cos 4t കേസ് ചെയ്യുമ്പോൾ ഫോർമുലയിൽ n പറഞ്ഞ സ്ഥലത്ത് എന്ത് കൊടുക്കും? 1 എന്നായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ -(d/ds) f(s) എന്ത് കൊടുക്കാം? s/s² + 16 എന്ന് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് അപ്ലൈ ചെയ്യണം? കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യുക. എന്താ കോഷ്യന്റ് റൂൾ? u/v = u'(v - v')/v². അപ്പോൾ ഇവിടെ എങ്ങനെ വരും? -(s) ഡെറിവേറ്റീവ് 1 × v എന്ന് പറയുമ്പോൾ s² + 16 മൈനസ് v' എന്ന് വെച്ചാലോ s² ഡെറിവേറ്റീവ് എത്രയാ? 2s × s / s² + 16 അപ്പോൾ എന്ത് കിട്ടും? -(s² + 16 -2s² / s² + 16 എന്ന് വരും. അതായത് -(16 - s²) / s² + 16 1s² - 2s² എന്ന് വെച്ചാൽ എന്ത് വരും? -s² എന്നായിരിക്കും വരുന്നത്.
ഇതാണ് ഇതിൻ്റെ ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ആദ്യത്തെ ഷിഫ്റ്റിംഗിന്റെ ക്വസ്റ്റ്യൻ ആണ്. e⁻²t cos സ്ക്വയർ t ആണ് വരുന്നത്. cos സ്ക്വയർ ടിക്ക് നമുക്ക് എന്തെന്ന് കൊടുക്കാം? 1 + cos 2t/2 ആണ് നമ്മളെ ഫോർമുല. അപ്പം നമുക്കിവിടെ എന്താണ് cos സ്ക്വയർ എ എന്ന് വെച്ചാൽ എന്തോ 1 + cos 2a/2 ആണ്. അപ്പോൾ t ആയതുകൊണ്ട് 1 + cos 2t/2 എന്ന് വരും. ഇനി ഞാൻ ഇതിൻ്റെ ലാപ്ലാസ് എടുക്കുമ്പോൾ 1ന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്? 1/s cos 2tന്റെ എന്താണ്? s/s² + 4 ആണ് വരുന്നത്. ഇനി ഇവിടെ ഞാൻ എന്താ ചെയ്യുന്ന? എസ് വരുന്ന എല്ലാ സ്ഥലത്തും എന്ത് കൊടുക്കും? s-2 എന്നായിരിക്കും കൊടുക്കുന്നത്. ഇവിടെ e⁻²t ആയതുകൊണ്ട് എസ് വരുന്ന എല്ലാ സ്ഥലത്തും എന്ത് കൊടുക്കും? s-2 എന്നായിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതിനെ എക്സ്പാൻഡ് ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടും. ഇനി അതേപോലെ തന്നെ സൈൻ സ്ക്വയർ 2tനെ നമുക്ക് എന്തെന്ന് എഴുതാം? 1 - cos 2a/2 എന്ന് എഴുതാം. അവിടെ ടിക്ക് പകരം അതായത് എന്താവും? സൈൻ സ്ക്വയർ 2t അല്ലേ, അപ്പം 1 - cos 4t എന്ന് മാറും, 4t/2 എന്ന് മാറും. cos 4tന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം s/s² + 16ഉം 1ന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം 1/s ആണ് വരുന്നത്. ഇനി ഞാനിവിടെ e⁻−t ആയതുകൊണ്ട് എസ് പറഞ്ഞ സ്ഥലത്തൊക്കെ എന്ത് കൊടുക്കും? s+1. ഇവിടെ എസ് പറഞ്ഞ സ്ഥലത്തൊക്കെ എന്ത് കൊടുക്കുക? s+1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിന് എന്ത് ചെയ്താൽ മതി? സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇനി t sin 2t ഇതെന്തുവാ? മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. അപ്പൊ ആദ്യം നമ്മൾ sin 2tന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുന്ന ടീന്റെ പവർ 1 ആയതുകൊണ്ട് ഒരു പ്രാവശ്യം അതിനെ ഡെറിവേറ്റീവ് എടുത്ത് നെഗറ്റീവും കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് u/v റൂൾ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് 1/xന്റെ ഡെറിവേറ്റീവ് -1/x² ആണ്. ആ കോൺസെപ്റ്റ് വെച്ച് നമുക്ക് ചെയ്യാം. ഇനി t² വന്നാലോ? ആദ്യം ഞാൻ cos 18ന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുന്ന s/s² + a². ടീന്റെ പവർ 2 ആയതുകൊണ്ട് ആദ്യം ഒരു പ്രാവശ്യം ടിക്ക് ഡെറിവേറ്റ് ചെയ്യുന്ന, അപ്പോൾ മൈനസ് ഇട്ടിട്ട് u/v റൂൾ വെച്ച് ഞാൻ ഡെറിവേറ്റീവ് എടുക്കുന്ന u'(v−v'(u) എന്ന് വരും, /v² എന്ന് വരും. ആ കിട്ടിയ ആൻസറിനെ എഗെയിൻ ഞാൻ എന്താ ചെയ്യുന്ന? ഡെറിവേറ്റീവ് എടുക്കുന്ന, എഗെയിൻ ഞാൻ u/v റൂള് അപ്ലൈ ചെയ്യുന്ന. ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ നമുക്ക് ഫൈനലി കിട്ടുന്നതാണ് ആൻസർ. അപ്പൊ ഷിഫ്റ്റിംഗ് എവിടെ വന്നാലും നമ്മൾ ആദ്യം കൂടെ വരുന്ന ആളെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുക. എസിന് പകരം മൈനസ് ആണെങ്കിൽ s+ഉം പോസിറ്റീവ് ആണെങ്കിൽ s- ആയിട്ട് എഴുതി നമ്മൾ സിംപ്ലിഫൈ ചെയ്യും. ഇനി മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്ന? കൂടെ വരുന്ന ആളെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്തിട്ട് ടീന്റെ പവർ എത്രയാണോ അത്രയും പ്രാവശ്യം നമ്മൾ എന്താ എടുക്കുക? ഡെറിവേറ്റീവ് എടുക്കുക. ടീന്റെ പവർ 1 ആണെങ്കിൽ ഒരു പ്രാവശ്യം ഡെറിവേറ്റീവ് എടുക്കും, ടീന്റെ പവർ 2 ആണെങ്കിൽ എന്ത് ചെയ്യും? 2 പ്രാവശ്യം ഡെറിവേറ്റീവ് എടുക്കും. ഇതാണ് ഈ ടോപ്പിക്കിൽ വരുന്നത്. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡിവിഷൻ ബൈ ടി ആണ് വരുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ബൈ ടിയും ഷിഫ്റ്റിങ്ങും എല്ലാം നോക്കി. ഇനി അടുത്ത ഡിവിഷൻ ബൈ ടി എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ബൈ ടി ആണ് വരുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല ഇൻ്റഗ്രൽ s⁻∞ f(s) ds ആണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 - e⁻⁴t/t ആണെന്ന് വെച്ചോ. ആദ്യം നമ്മൾ ചെയ്യുന്നത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ന്യൂമറേറ്റർ എടുക്കുക. 1ന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം 1/s e⁻⁴ എന്താണ്? 1/s-a ആണ് വരുന്നത്. ഇതിനെ നമ്മൾ എന്താ ചെയ്യുക? s⁻∞ നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 1/sന്റെ ഇൻ്റഗ്രേഷൻ എന്താണ്? 1/xന്റെ ഇൻ്റഗ്രേഷൻ എന്താണ്? log s. അപ്പോൾ log s മൈനസ് log s-a എന്ന് വരും. നമുക്ക് ലോഗ് ലിമിറ്റ് എന്താണ്? s⁻∞ ആണ് നമുക്ക് എന്ത് ചെയ്യുന്ന ലിമിറ്റ് വരുന്നത്. ലോഗ് a മൈനസ് ലോഗ് b എന്ന് വെച്ചാൽ എന്താണ്? ലോഗ് a/b. ലോഗ് a മൈനസ് ലോഗ് b എന്ന് വെച്ചാൽ എന്താണ്? ലോഗ് a/b ആണ് വരുന്നത്. ആ ഒരു ഫോർമുല ഓൾവേസ് ഓർത്ത് വെക്കുക. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ എസ്സിന് ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യാൻ പോകുന്നു. എസ്സിന് ഇൻഫിനിറ്റി അപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും? ഞാൻ എസ്സിന് ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ എസ് കോമൺ ആയിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ 1 - a/s എന്ന് വരും. ഇവിടെ ഞാൻ എസ്സിന് ഇൻഫിനിറ്റി എന്ന് അപ്ലൈ ചെയ്യും. മൈനസ് log s/s - a എസ് എന്ന് അപ്ലൈ ചെയ്യും.
അപ്പം ലോഗ് എസ് എസും വെട്ടിപ്പോവേ, എസിന് ഇൻഫിനിറ്റി കൊടുക്കുന്ന എ ബൈ ഇൻഫിനിറ്റി 0, എനി നമ്പർ ബൈ ഇൻഫിനിറ്റി 0. അപ്പോൾ ഇവിടെ എന്ത് മാത്രമേ വരൂ? ലോഗ് 1 എന്ന് വരും. മൈനസ് എസിന് എസ് തന്നെ കൊടുക്കുക, പ്രത്യേകിച്ച് ഒരു മാറ്റവും അതേപോലെ വരും. ലോഗ് 1ൻ്റെ വാല്യൂ എന്താ? 0. 0 മൈനസ് ലോഗ് എസ് ബൈ എസ് മൈനസ് എ. അപ്പോൾ എന്ത് വരും? മൈനസ് ലോഗ് എസ് ബൈ എസ് മൈനസ് എ എന്ന് വരും. ഈ മൈനസിനെ മാറ്റാനായിട്ട് നമുക്ക് ഈ ആൻസറിന് എന്ത് ചെയ്യുക? തല തിരിച്ച് റെസിപ്രോക്കൽ അങ്ങ് എടുക്കുക. ഈ നെഗറ്റീവിനെ മാറ്റാൻ ലോഗിനകത്തുള്ള ഫംഗ്ഷന് റെസിപ്രോക്കൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഇവിടെ ഞാൻ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ന്യൂമറേറ്റർ ആദ്യം എടുക്കുന്നു. e⁻−8 e⁻−bt ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ 1/s പ്ലസ് എയും 1/s പ്ലസ് ബി എന്ന് വരും. ഇനി നമ്മൾ ഇതിനെ എന്താ ചെയ്യുന്ന? എസ് ടു ഇൻഫിനിറ്റി അവനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്ന? 1/s പ്ലസ് എന്റെ ലോഗ് എസ് പ്ലസ് എ മൈനസ് ലോഗ് എസ് പ്ലസ് ബി എന്ന് വരും. ലിമിറ്റ് എന്താണ്? എസ് ടു ഇൻഫിനിറ്റി ആണ് വരുന്നത്. ലോഗ് എ മൈനസ് ബി എന്ന് വെച്ചാൽ എന്താണ്? ലോഗ് എ ബൈ ബി എന്നായിരിക്കും വരുന്നത്. ഇനി ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത്? എസ് മുതൽക്ക് ഇൻഫിനിറ്റി ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്. ആദ്യം ഞാൻ എന്താ അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി കൊടുക്കുന്ന. ഇൻഫിനിറ്റി കൊടുക്കുന്നതിന് മുന്നേ എസ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുന്ന. അതിനുശേഷം രണ്ട് എസ്സും ക്യാൻസൽ ചെയ്യുന്ന. അതിനുശേഷമായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്ന? ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുന്നത്. ഇത് ഇൻഫിനിറ്റി ആണ് 8 പോലെ തോന്നും, പക്ഷെ അതാണ് എൻ്റെ ഇൻഫിനിറ്റി. എസ് ഈക്വൽ ടു ഇൻഫിനിറ്റി മൈനസ് നമ്മൾ ലോഗ് എസ് പ്ലസ് എ ബൈ എസ് പ്ലസ് ബിയിൽ ഡയറക്റ്റ് എന്ത് കൊടുക്കുക? എസ് എന്ന് കൊടുക്കുക. ഇവിടെ ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ എ ബൈ ഇൻഫിനിറ്റി 0, 1 പ്ലസ് 0 1. സിമിലർലി ബി ബൈ ഇൻഫിനിറ്റി 0, 1 പ്ലസ് ഇത് 1. അപ്പോൾ നമുക്ക് എന്ത് വരും? ലോഗ് 1 മൈനസ് ലോഗ് എസ് പ്ലസ് എ ബൈ എസ് പ്ലസ് ബി. ലോഗ് 1 എന്താണ്? 0. ഇത് 0 ആയാലും നെഗറ്റീവ് വരിക. നെഗറ്റീവ് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യും? ലോഗ് എസ് പ്ലസ് ബി ബൈ എസ് പ്ലസ് എ. ഇതായിരിക്കും നമ്മൾ ആൻസർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തുവാ? സൈൻ 2t/t ആണ് വരുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 2t ആണ് എടുക്കുന്നത്. സൈൻ 18ൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ് വരുന്നത്. ഇതിനെ ഞാൻ എസ് ടു ഇൻഫിനിറ്റിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. എസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന ലിമിറ്റിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് വെച്ചാൽ 1/a, അതായത് ഇൻ്റഗ്രൽ എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് വെച്ചാൽ ടാൻ ഇൻവേഴ്സ് എസ് ആണ് വരുന്നത്. ടാൻ ഇൻവേഴ്സ് എന്താണ് വരുന്നത്? നമുക്ക് എസ് ബൈ എ ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? ടാൻ ഇൻവേഴ്സ് എസ് ബൈ 2 എന്ന് കിട്ടും. ലിമിറ്റ് എസ് മുതൽക്ക് ഇൻഫിനിറ്റി വരിക. ഞാൻ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുന്നത് ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി ബൈ 2 മൈനസ് ലോവർ ലിമിറ്റ് ടാൻ ഇൻവേഴ്സ് എസ് ബൈ 2. ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി ബൈ 2. ടാൻ എന്ന് വെച്ചാൽ എന്താണ്? സൈൻ ബൈ കോസ് അല്ലേ? സൈൻ ബൈ കോസ് ഇൻഫിനിറ്റി ആവുന്ന എപ്പോഴാ? അല്ലെങ്കിൽ ടാൻ ഇൻഫിനിറ്റി ആവുന്ന എപ്പോഴാ? സൈൻ 90 1ഉം കോസ് 90 0. 1/0 ആകുമ്പോഴാണ് അതെന്താവുന്നത്? ഇൻഫിനിറ്റി ആവുന്നത്. അപ്പം ടാൻ 90 എന്ന് വെച്ചാൽ എത്രയാണ്? π/2 വരുന്നത്. π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് എസ് ബൈ 2. അന്നെ വേണമെങ്കിൽ എനിക്ക് കോട്ട് ഇൻവേഴ്സ് എസ് ബൈ 2 എന്ന് കൊടുക്കാം. ഇതാണ് ആൻസർ. ഇല്ല, 2 ക്വസ്റ്റ്യൻസ് കൂടെ നോക്കിയിട്ട് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. അപ്പോൾ ഇനി മൾട്ടിപ്ലിക്കേഷൻ ബൈ ടിയും e⁻ ചെയ്തു. ഡിവിഷൻ ബൈ ടി ആണ് നോക്കിയത്. അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. ഇപ്പോൾ cos 2t മൈനസ് cos 3t/t ആണ് എൻ്റെ ക്വസ്റ്റ്യൻ എങ്കിൽ cos 2tൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമും cos 3tൻ്റെയും എഴുതി അതിനെ സിംപ്ലിഫൈ ചെയ്ത് എസ് ടു ഇൻഫിനിറ്റിയിൽ ഞാൻ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ എങ്കിൽ ഡിനോമിനേറ്റർ
ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ എങ്കിൽ നമുക്ക് തന്നെ ലോഗ് ഓഫ് ഡിനോമിനേറ്റർ എന്ന് എഴുതാം. എസ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2s ആണ്. ഒരു 2a ഉള്ളതുകൊണ്ടാണ് ഞാൻ 1/2 ലോഗ് ഡിനോമിനേറ്റർ എന്ന് എഴുതിയത്. അതേപോലെ -1/2 ലോഗ് ഇവിടുത്തെ ഡിനോമിനേറ്റർ. 1/2 പകരം ഞാൻ റൂട്ട് കൊടുക്കുന്ന -1 കൊണ്ട് a/b വെച്ച് ചെയ്യുന്ന. ഇനി ഇവിടെ ഞാൻ s∞ ലിമിറ്റ് അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്താണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നെന്ന് വെച്ചോ, ആദ്യം പ്രയോറിറ്റി പോകുന്ന സൈനിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആയിരിക്കും കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ ഉണ്ടെങ്കിൽ അതിനായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ന്റെ പവർ 1 ആയതുകൊണ്ട് ഒരു പ്രാവശ്യം ഡെറിവേറ്റീവ് എടുക്കുന്നു. അതിനുശേഷം റൈസ് വന്നുകൊണ്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്ന എസ് പറഞ്ഞ സ്ഥലത്തേക്ക് s+4 എന്നാക്കി. അങ്ങനെയാണ് എസിന് പകരം s+4ഉം ഇവിടെ s+4 ഹോൾ സ്ക്വയറും വന്ന് അതിന് a+b ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത്. ഇനി ഇന്റഗ്രൽ സിമ്പലിന് പകരം ഞാൻ എന്ത് ചെയ്യുന്ന ഒരു 1/s വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഇനി ഈ ക്വസ്റ്റ്യൻ ആണെങ്കിലോ ആദ്യം സൈന് ചെയ്യുന്ന, ഇന്റഗ്രൽ മാറ്റാനായിട്ട് 1/s വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന, അതിനുശേഷമാണ് എസ് പറഞ്ഞ സ്ഥലത്തൊക്കെ എന്ത് കൊടുക്കുന്നത്? s+4 എന്ന് കൊടുക്കുന്നു. ഇതാണ് ബേസിക്കലി നമ്മൾ ചെയ്യുന്ന കാര്യം.